Assalamu alaikum. Good morning, my dear children. Today, let us go through the industries. That means major industries. And let us compare the world distribution of major industries also in India. In this segment or in this part, let us study the important steel plants, steel locations, etc. Before that, some of the major industries that we will be studying in detail in this part are the iron and steel industry, number one. Second one, the textiles industry. And third one, IT industry. ക്ലിയർ? ഈ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. So, iron and steel industry, textile industry, and the information industry. While the iron and steel industry is concentrated in Germany, USA, China, Japan, and Russia, the textiles industry is concentrated in China, India, Japan, Hong Kong, South Korea, and Taiwan. 2 important centers of information technology are the Silicon Valley in the Central California and Bangalore in India. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന 3 വ്യവസായങ്ങളെ കുറിച്ചാണ്. ഒന്ന്, അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അഥവാ ഇരുമ്പുരുക്ക് വ്യവസായം. രണ്ടാമത്തത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, അതായത് തുണി വ്യവസായം. മൂന്നാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT വ്യവസായം, വിവര സാങ്കേതിക വിദ്യ. ഇതിൽ ലോക വ്യവസായങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജർമ്മനി, USA, ചൈന, ജപ്പാൻ, റഷ്യ. അതേസമയം തുണി വ്യവസായം ലോകത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ചൈന, ഇന്ത്യ, ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ ആൻഡ് തൈവാൻ. പിന്നെ IT ഇൻഡസ്ട്രി പ്രധാനമായും ഉള്ളത് സിലിക്കൺ വാലി ഇൻ സെൻട്രൽ കാലിഫോർണിയ. കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലാണ് IT വ്യവസായം ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ അത് ബാംഗ്ലൂരാണ്. ഇതാണ് പ്രാഥമികമായിട്ട് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഈ ചിത്രം ഏതാണെന്നറിയോ? അതിൻ്റെ പേരാണ് വിസാഗ് സ്റ്റീൽ. ഇത് വിശാഖപട്ടണം ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ കവാടാണ്, വിശാഖപട്ടണം. ഇനി നമുക്ക് അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാം. The iron and steel industry is considered as a basic or key industry as it is helped pave the way for modern civilization. Steel is tough and strong. It is obtained when iron is alloyed. Alloyed means combined with other minerals like carbon or manganese. It can be easily shaped, cut, or made into wire as it is malleable and ductile. ഈ മെലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് പരത്താൻ പറ്റുന്നത്, പൊട്ടാതെ നീട്ടുകയോ വളക്കുകയോ പരത്തുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് സാധാരണ മെലിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ?
Stainless steel, an alloy of steel without chromium, has ability to resist rust. അതിൽ ഈ സ്റ്റീല് സാധാരണ ഈ ഇരുമ്പ് സാധാരണഗതിയിൽ അതിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2-3 മെറ്റീരിയൽ ഉണ്ട്. അത് ഒന്നാണ് കാർബൺ, വേറൊന്നാണ് മാംഗനീസ്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാൽ അലോയ് ഓഫ് സ്റ്റീൽ വിത്ത് ക്രോമിയം കൂടി കൂട്ടിയതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊരിക്കലും തുരുമ്പ് പിടിക്കൂല. ഇപ്പോൾ സാധാരണ ബ്ലേഡിൻ്റെ കവറിൻ്റെ മുകളിലുണ്ടാവും സ്റ്റെയിൻലെസ് സ്റ്റീലിന്, അതിനകത്ത് ക്രോമിയം മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ പ്രധാനമായും അത് ബലം കമ്പൈൻഡ്, അതായത് അലോയിഡായി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 എലമെൻസ് ആണ് കാർബണും മാംഗനീസും. ഈ കാർബണും മാംഗനീസും ഈ ഇരുമ്പ് അയിരിൽ കൂട്ടിയാൽ, അഥവാ അയൺ ഓറിൽ കൂട്ടിക്കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കാഠിന്യം കൂടും, അഥവാ ബലം കൂടും. പെട്ടെന്ന് പൊട്ടുകയോ അതുപോലെ തന്നെ കേടുവരികയോ തുരുമ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അതാണ് ഉരുക്ക് അഥവാ സ്റ്റീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത്, സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റെയിൽവേ ട്രാക്ക്. അതിൻ്റെ ഉപയോഗമാണ്. എന്തിനൊക്കെയാണ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്? സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റെയിൽവേ ട്രാക്സ്, മെഷീൻസ്, ഷീറ്റ്, റോഡ്, സേഫ്റ്റി പിൻ, നെയിൽസ്, ബോൾട്ട് ആൻഡ് നട്ട്സ് എക്സെട്ര. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും വലിയത് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. വലിയ വലിയ മെഷീൻസ്, ഷീറ്റുകൾ, വലിയ ഇരുമ്പിൻ്റെ ഷീറ്റുകൾ ഉണ്ടാവും മേൽക്കൂര മേയുന്നതിന്. അതുപോലെ തന്നെ വലിയ ഡോറുകളൊക്കെ വെക്കുന്നതിന് ഒക്കെ വലിയ വലിയ ഷീറ്റുകൾ ഉണ്ടാവും, കപ്പലിൻ്റെ പാളികളൊക്കെ. റോഡ്സ്, വലിയ വലിയ തൂണുകൾ. സേഫ്റ്റി പിൻ, നമ്മൾ സാധാരണ പിന്ന് വരെ. അതുപോലെ തന്നെ നെയിൽസ് എന്ന് പറഞ്ഞാൽ ആണികൾ. ബോൾട്ട്, വലിയ വലിയ ബോൾട്ടുകളും നട്ടും ബോൾട്ടും എന്നറിയില്ല, ആ സാധനങ്ങൾ. ഇതൊക്കെ നിർമ്മിക്കുന്നത് എവിടുന്നാണ്? ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിലാണ്. ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ് ലൈക്ക് ഷിപ്പ്, ട്രെയിൻസ്, ട്രക്സ്, കാർസ് ആൻഡ് സൈക്കിൾസ് ആർ ആൾസോ മെയ്ഡ് ഓഫ് സ്റ്റീൽ. Steel rods are used in the construction industry to reinforce buildings. Oil wells are drilled with steel machinery and steel pipeline transport oil. Minerals are mined with steel equipment, and the materials are taken out of the mine by trolley, also made of iron and steel. ഇത് വലിയ വലിയ ട്രോളികളാണ് നിർമ്മിക്കുന്നത്. അത് നിർമ്മിക്കുന്നത് പോലും ഈ അയൺ ആൻഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. Therefore called backbone of modern industry. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. എന്താ ഇതിന് കാരണം? ആധുനിക വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീനറികളും ഉണ്ടാക്കുന്നതും അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ഈ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓയിൽ റിഫൈനറിയിൽ ഓയിൽ കുഴിച്ചെടുക്കുന്നു, അതിൻ്റെ വലിയ വലിയ റോഡ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്, ഈ ഉരുക്ക് കൊണ്ടാണ്. അതിൻ്റെ ആ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ കംപ്ലീറ്റ് എന്താണ്? ഇരുമ്പുരുക്ക് കൊണ്ടാണ്. ഇനി അതൊക്കെ ഈ സാധനങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനിൽ നിന്നും അത് കൊണ്ടുപോകുന്ന വലിയ വലിയ ട്രോളികൾ ഉപയോഗിച്ചിട്ടാണ്. ആ ട്രോളികളും ഇരുമ്പുരുക്ക് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ്? സ്റ്റീൽ ഈസ് കോൾഡ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. അതുകൊണ്ട് ഇതിനെ മോഡേൺ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ മെയിൻ റോ മെറ്റീരിയൽസ് ഫോർ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? അയൺ ഓർ, കോക്കിംഗ് കോൾ, മാംഗനീസ്, ലൈംസ്റ്റോൺ. These four elements are used for iron and steel industry. നല്ലോണം ശ്രദ്ധിക്കുക. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന 4 എലമെൻറ്റ്സ് ഏതൊക്കെ? ഒന്ന് അയൺ ഓർ,
അഥവാ അസംസ്കൃത ഇരുമ്പ്, അഥവാ ഇരുമ്പ് അയിര് എന്ന് പറയും, അയേൺ ഓർ. രണ്ടാമത്തെ കോക്കിംഗ് കോൾ, ഇത് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കൽക്കരി. മൂന്നാമത്തെ മാംഗനീസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പ് കൂട്ടുന്നതിന്, ബലം കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 എലമെന്റ്സ് ആണ് കാർബണും മാംഗനീസും. അപ്പോൾ മാംഗനീസ് വേണം. ആൻഡ് ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്. ഈ 4 മെറ്റീരിയൽസ് ആണ് സാധാരണഗതിയിൽ ഈ വ്യവസായത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ദ പ്രോഡക്ട്സ് ഓഫ് ദ ഇൻഡസ്ട്രി ആർ പിഗ് അയേൺ ആൻഡ് സ്റ്റീൽ. ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ ഉൽപ്പന്നത്തിന് പറയുന്ന പേര് എന്താണ്? പിഗ് അയേൺ ആൻഡ് സ്റ്റീൽ. They are used as the raw material by other industries for further production. For example, a machine tools industry. അപ്പോൾ നമുക്ക് ആദ്യമായി കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി വലിയ പിഗ് അയേൺ ആൻഡ് സ്റ്റീൽ കിട്ടും. എന്ന് പറഞ്ഞാൽ വലിയ വലിയ തൂണുകൾ പോലത്തെ വലിയ വലിയ കട്ടകൾ. ആ കട്ടകളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? വിവിധ ചെറിയ ചെറിയ വ്യവസായങ്ങളിൽ ഉപയോഗിച്ചിട്ട് ആണിയായിട്ടും നട്ടും ബോൾട്ടുമായിട്ടും ചെറിയ മെഷീൻസായിട്ടും സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ലൊക്കേഷൻ എന്താണ്? അയേൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് നിയർ കോൾ ഫീൽഡ്. സാധാരണഗതിയിൽ കോൾ ഫീൽഡിൻ്റെ അടുത്തായിരിക്കും ഇത്തരം വ്യവസായങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ അയേൺ ഓർ മൈൻസ്, അബാണ്ടന്റ് സപ്ലൈ ഓഫ് വാട്ടർ ആൻഡ് പവർ. അപ്പം 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ? ഈ വ്യവസായങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് 3 കാര്യങ്ങൾ കൂടിയേ തീരുള്ളൂ. ഏതൊക്കെയാണത്? ഒന്നെന്താണ്? കോൾ ഫീൽഡ്, ധാരാളം കൽക്കരി കിട്ടുന്ന പ്രദേശമായിരിക്കണം. അതുപോലെ തന്നെ ഇരുമ്പയിര് കിട്ടുന്ന അയേൺ മൈൻസിൻ്റെ അടുത്തായിരിക്കണം, അയേൺ ഓർ മൈൻസ് ആയിരിക്കണം, അതിൻ്റെ അടുത്തായിരിക്കണം. ഇഷ്ടം പോലെ വെള്ളം ലഭ്യമാകണം. ഈ 3 അടിസ്ഥാന കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉണ്ടാകും. അതോടൊപ്പം പവർ, വൈദ്യുതിയും വേണം. However, new plants are coming up on large expanses of flat land near seaport. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു? ഇത് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി സീപോർട്ടിൻ്റെ അടുത്തും ഇത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നുണ്ട്. The reason for this, the steel works have become vast and iron ore often has to be imported from abroad. അതിന് കാര്യം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ ഈ സാധനം ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ഇറക്കുമതി ചെയ്യുന്ന സ്ഥലങ്ങളിലും സാധാരണഗതിയിൽ സീപോർട്ടിൽ ഇത്തരം വ്യവസായങ്ങൾ ആരംഭിക്കാറുണ്ട്. In India, iron and steel mills have developed where there is an adequate availability of raw materials, cheap labor, cost-effective transport services. സാധാരണഗതിയിൽ in India, iron and steel mills have developed wherever there is adequate availability of raw materials, cheap labor, cost-effective transport services. സാധാരണഗതിയിൽ റോ മെറ്റീരിയൽ കിട്ടുന്നതും അതുപോലെ തന്നെ ചീപ്പ് ലേബർ കിട്ടുന്നതും കോസ്റ്റ് എഫക്റ്റീവ് ട്രാൻസ്പോർട്ട് സർവീസസ്, അതായത് വലിയ ചെലവില്ലാതെ തൊഴിലാളികളെ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ചെറിയ രൂപത്തിൽ ട്രാൻസ്പോർട്ട് സർവീസ് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ഇത്രയും ഇഷ്ടം പോലെ സാധനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലും സാധാരണഗതിയിൽ ഇത്തരം വ്യവസായങ്ങൾ ആരംഭിക്കാറുണ്ട്. ഇനി ഇന്ത്യയിൽ ദ മെയിൻ സ്റ്റീൽ പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ആർ ഭിലായ്, ദുർഗാപൂർ, ജംഷഡ്പൂർ, റൂർക്കേല, ബൊക്കാറോ. They are situated in the region that spans 4 states. ഏതൊക്കെ? വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒറീസ ആൻഡ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് 4 സംസ്ഥാനങ്ങളിലാണ്: വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒറീസ
ആൻഡ് ഛത്തീസ്ഗഡ്. ഇതിൽ ബീലായ്, ദുർഗാപൂർ, ജംഷഡ്പൂർ, റൂർക്കേല, ബൊക്കാറോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വ്യവസായം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഭദ്രാവതി ഇൻ കർണാടക, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, സേലം ഇൻ തമിഴ്നാട്, ഇത്രയും സ്ഥലങ്ങളിലും എന്തുണ്ട്, ഈ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലായില്ലേ? ഇനി ഇന്ത്യയിൽ ഈ വ്യവസായം പ്രധാനമായും ആരംഭിച്ചത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ച് പറയാനുള്ള എന്താണ്, ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ടിസ്കോ. ടാറ്റ, ടി, അയേൺ, ഐ, എസ്, സ്റ്റീൽ, സി, കമ്പനി. ടാറ്റ അയേൺ സ്റ്റീൽ കമ്പനി, that means in short form TISCO, in Jamshedpur. Okay, the Indian iron and steel industry consists of large integrated steel plants as well as mini steel mills. The Tata Iron and Steel Company, TISCO, is one of the largest integrated steel plants in India, set up by Jamshedji Nasarwanji Tata in the year of 1907. This was the only steel plant in the country before independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ഒരു ഇരുമ്പുരുക്ക് വ്യവസായമാണ് ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ടിസ്കോ. അത് ആരംഭിച്ചത് ജംഷഡ്ജി ടാറ്റയാണ് 1907. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ സ്ഥാപിച്ച ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായം ഈ ടാറ്റയാണ്. ഇനി ടിസ്കോ വാസ് സെറ്റപ്പ് അറ്റ് സാക്ചി നിയർ ദ കൺഫ്ലുവൻസ് ഓഫ് ദ റിവേഴ്സ് ഓഫ് സുബർണരേഖ ആൻഡ് കർക്കായ് ഇൻ ജാർഖണ്ഡ്. സാക്ചി ഈസ് 32 kilometers away from Kalimati station of Bengal Nagpur railway line. Was seen as the ideal place to set up in the steel plant. Later, this region was named after Jamshedji Tata as Jamshedpur. Geographically, Jamshedpur is most conveniently located iron and steel center in the country. അപ്പോൾ അക്കാലത്ത് ഈ വ്യവസായം അവിടെ തുടങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന്, സ്ഥലം ജംഷഡ്പൂരാണ്. അവിടെ പ്രധാനമായിട്ടും ഇതങ്ങനെ തുടങ്ങാനുണ്ടായ കാരണം തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ, സുബർണരേഖ നദി അവിടെ അടുത്താണ്, ഇഷ്ടം പോലെ വെള്ളം കിട്ടും. മറ്റൊന്നെന്താണ്, സാച്ചി എന്ന് പറയുന്നത് 32 കിലോമീറ്റർ കിളിമാട്ടി സ്റ്റേഷൻ, ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈനിൽ കിളിമാട്ടി സ്റ്റേഷനിൽ നിന്ന് 32 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ സ്റ്റീൽ പ്ലാന്റിലേക്ക്. അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, റെയിൽവേ വഴി കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെയോ അതുകൊണ്ട് ഈ സ്റ്റേഷന് പിന്നീട് ജംഷഡ്പൂർ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അതുപോലെ എന്താണ്, ജോഗ്രഫിക്കലി ടിസ്കോ സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് പിഗ് അയേൺ ഇൻ 1911. 1911 മുതലാണ് ഇവിടെ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആൻഡ് സ്റ്റീൽ ഇൻ 1912. 1912 മുതലാണ് ഉരുക്കും തുടങ്ങിയത്. അപ്പോൾ ഈ ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി തുടങ്ങിയത് 1907 1911 മുതലാണ് ഇതിൽ ഇരുമ്പിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയത്. സ്റ്റീലിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയത് 1912. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ കമ്പനി. ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് പ്രൈവറ്റ്ലി ഓൺഡ്, unlike most of the other integrated steel plants in India which have been set up as public sector undertaken by the government. Today, TISCO has become a multinational company operating in various countries. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഇരുമ്പുരുക്ക് വ്യവസായശാലകളുണ്ട്, പക്ഷേ അതെല്ലാം പബ്ലിക് സെക്ടറിലാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ്. എന്നാൽ ടാറ്റ എന്ന് പറയുന്നത് ജംഷഡ്ജി ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈവറ്റ് കമ്പനിയാണ്. ഇന്ന് ടാറ്റ എന്താണ്, വിവിധ രാജ്യങ്ങളിൽ കമ്പനിയുള്ള ഒരു വ്യവസായമായി മാറിയിട്ടുണ്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടായിരിക്കാം ഈ ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂർ തന്നെ
ഈ സ്റ്റീൽ പ്ലാന്റിൻ്റെ ലൊക്കേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് വ്യവസായശാലകൾ പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും വരാത്തത്? ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും വരാതിരിക്കാൻ കാരണമെന്ത്? അപ്പോൾ അതിനുള്ള ഒന്ന്, the reason for choosing Jamshedpur as the location to put up the steel plants. Number 1, abandoned iron ore deposit. TISCO gets iron ore from the Sigmum എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിലെ സിഗ്മം ആൻഡ് മയൂർഭഞ്ച്, ഒറീസയിലെ മയൂർഭഞ്ച് മൈൻസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഡിസ്റ്റൻസ് ഫോർ ജസ്റ്റ് 75 to 100 കിലോമീറ്റർ ഫ്രം ജംഷഡ്പൂർ. ജംഷഡ്പൂരിൽ നിന്നും 75 മുതൽ 100 കിലോമീറ്റർ ദൂരെയാണ് ഈ ജാർഖണ്ഡിലെ സിഗ്മം അയൺ ഓറും അതുപോലെ തന്നെ മയൂർഭഞ്ച്, ഒറീസയിലെ മയൂർഭഞ്ച് അയൺ ഓറും നിലനിൽക്കുന്നത്. അപ്പോൾ ദൂരത്തിൻ്റെ പരിധിയിൽ എന്താണ്, ഏതാനും കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വ്യവസായശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നത്. സെക്കൻഡ് വൺ, അബാൻഡൻഡ് കോൾ ആൻഡ് മാംഗനീസ് ഡിപ്പോസിറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഇൻ ജാരിയ ആൻഡ് റാണിഗഞ്ച് കോൾ മൈൻസ് for its requirement for good quality coal. The mines lie at a comfortable distance of 200 to 250 km from Jamshedpur. It obtains manganese from Kyonchar mines in Orissa. അപ്പോൾ അതുപോലെ തന്നെ മാംഗനീസ് ഖനികളും തൊട്ടടുത്ത് തന്നെ റാണിഗഞ്ചിലും ഝാരിയയിലും 200 മുതൽ 250 കിലോമീറ്റർ ദൂരം പോയാൽ സാധനം കിട്ടും. അപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള മാംഗനീസായി, കോളായി. ഇനി അവൈലബിലിറ്റി ഓഫ് ലൈംസ്റ്റോൺ ആൻഡ് ഡോളോമൈറ്റ്. ദ കമ്പനി സപ്ലൈ റോ മെറ്റീരിയൽസ് ലൈക്ക് ലൈംസ്റ്റോൺ ആൻഡ് ഡോളോമൈറ്റ് കംസ് ഫ്രം ഛത്തീസ്ഗഡ് ആൻഡ് ഒറീസ. ഇതിലേക്ക് ആവശ്യമായ ഡോളോമൈറ്റും അതുപോലെ തന്നെ ലൈംസ്റ്റോണും ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്ന് അയേൺ ഓറ്, 2 മാംഗനീസ്, വേറൊന്ന് ലൈംസ്റ്റോണ് തുടങ്ങിയ സാധനങ്ങളുണ്ട് അല്ലേ. അത് ഈ സാധനങ്ങളും അവിടെ അടുത്താണ് കിട്ടുന്നത്. പിന്നെ കാർക്കി ആൻഡ് സുബർണരേഖ റിവേഴ്സ് എൻഷുർ സഫിഷ്യൻറ്റ് വാട്ടർ സപ്ലൈ ടു ദ പ്ലാന്റ്. ആ പ്ലാന്റിലേക്ക് വാട്ടർ സപ്ലൈ ക്ലിയർ ആയിട്ട് കൊടുക്കാനും ഇതുവഴി കഴിയുന്നു. ജംഷഡ്പൂർ ലൈസ് ഓൺ ദ മെയിൻ ലൈൻ കൊൽക്കത്ത മുംബൈ റെയിൽവേ റൂട്ട് വിച്ച് ലിങ്ക്സ് ഡയറക്ട്ലി ടു ദ മേജർ മാർക്കറ്റ്സ് ആൻഡ് പോർട്ട് ഓഫ് കൽക്കത്ത ആൻഡ് മുംബൈ. ബീയിങ് എ തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ, the plants get an excellent supply of cheap labor from and in around ജംഷഡ്പൂർ. അപ്പോൾ ജംഷഡ്പൂരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതുപോലെ തന്നെ തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ ആയത് കാരണം ഇഷ്ടംപോലെ തൊഴിലാളികളെയും ലഭ്യമാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അയൺ ഡിപ്പോസിറ്റ് ഓർ അവിടെ അടുത്താണ്, കോൾ മൈൻ അവിടെ അടുത്താണ്, ലൈംസ്റ്റോൺ ആൻഡ് ഡോളോമൈറ്റ് തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ ആവശ്യമായ വെള്ളം ഖാർക്കയിൽ നിന്നും സുബർണരേഖയിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അതുകൊണ്ട് ലിങ്ക്ലി ടു മേജർ മാർക്കറ്റ് ആൻഡ് പോർട്ട്, പ്രധാനപ്പെട്ട 2 മാർക്കറ്റുകളും കൊൽക്കത്ത മുംബൈ എന്ന് പറയുന്ന മാർക്കറ്റുകളും പോർട്ടുകളും തൊട്ടടുത്താണുള്ളത്. അതുകൊണ്ട് ആളുകളെയും കിട്ടും, ഇത് സെയിൽസ് ആക്കുകയും ചെയ്യാം. പിന്നെയോ ബീയിങ് തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ, ഇഷ്ടംപോലെ ആളുകളുണ്ട്, ജനവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ തൊഴിലാളികളെയും കിട്ടും. The steel plant produces pig iron, soft iron, cast iron and alloys. Many other industrial plants have come up Jamshedpur after TISCO. ടിസ്കോക്ക് ശേഷം, ഈ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിൽ അവർ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്ന് കെമിക്കൽസ്, ലോക്കോമോട്ടീവ് പാർട്സ്, അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ടിൻ പ്ലേറ്റ്, കേബിള്, വയർ എക്സെട്ര. Some of these units supply TISCO with spare parts of their machines and use steels to make other products. They are called ancillary industries. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ടാറ്റക്കും അതുപോലെ തന്നെ ടാറ്റ തിരിച്ചും ആവശ്യമായ മെഷീനറീസിൻ്റെ ഉപകരണങ്ങൾ, പാർട്ടുകൾ അവർ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു, ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന പേരിലും അറിയപ്പെടുന്നു. The development of the iron and steel industry provide impetus a rapid industrialization in India. ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ വന്നതോടുകൂടി ഇന്ത്യയിലെ വ്യവസായത്തിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ
ഇരുമ്പുരുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.